ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു പോർഷനിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു തന്ന നല്ലവരായ വ്യക്തികൾക്ക് എല്ലാവർക്കും നന്ദിയും അതുപോലെ തെറ്റ് സംഭവിച്ചതിൽ ഖേദവും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇത് ശരിയാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് തെറ്റിയത്. അപ്പോൾ അത് നോക്കാം. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദുമാണ് കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക, അറിയാത്തവർ കൃത്യമായിട്ട് അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദുമാണ്. ഓക്കെ ആണല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം ഘട്ട പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ഫിസിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് ത്വരണമാണ്. ത്വരണം SCRTയിൽ അത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. നോക്കിക്കേ, പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണം എന്നത് പ്രവേഗമാറ്റം ബൈ സമയം എന്നതാണ്. ത്വരണം ഒരു സദിശ അളവാണ്. അപ്പോൾ എന്താണ് ഊർജം നമുക്ക് ആദ്യം നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അപ്പോൾ ഗതികോർജം എന്താണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. സ്ഥിതികോർജം കൂടി അതിനോട് ചേർത്ത് നമുക്ക് പഠിക്കണം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഗതികോർജമാണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? അപ്പോൾ ഗ്രീൻ എനർജിയെക്കുറിച്ച് SCRTയിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുന്നതിന് മുന്നേ ആൻസർ എന്താണ്? ആറ്റോമിക് റിയാക്ടറുകൾ എന്നതാണ്. ഗ്രീൻ എനർജി അല്ലാത്തത് ആറ്റോമിക് റിയാക്ടറുകളാണ്. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇവയെല്ലാം തന്നെ ഗ്രീൻ എനർജിയാണ്. SCRTയിൽ തന്നിരിക്കുന്നത് നോക്കാം. ഹരിതോർജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി. അപ്പോൾ ഒരു പോസിറ്റീവ് സൈനാണ് കേട്ടോ. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജങ്ങളും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ ആ പോയിന്റ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ തരം ഊർജങ്ങളും. കണ്ടോ ചോദ്യം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇവയെല്ലാം തന്നെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ്. ഇനി അടുത്ത പോയിന്റ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളായ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ബയോമാസിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവയൊക്കെ ഹരിതോർജമായിട്ട് പരിഗണിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഒരു പോയിന്റ് എക്സ്ട്രാ കിട്ടി. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ബയോമാസിൽ നിന്നുള്ള ഊർജവും ഹരിതോർജമാണ്. ഓക്കെ, ഇതിനെ ക്ലീൻ എനർജി എന്നും പറയുന്നു. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജവും ന്യൂക്ലിയർ ഊർജവും ബ്രൗൺ എനർജി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രൗൺ എനർജി എന്ന പേരിലാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജം, ന്യൂക്ലിയർ ഊർജം എന്നിവ ബ്രൗൺ എനർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ആഗോളതാപന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അപ്പോൾ ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സോണാറാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം.
നോക്കാം. ഇതാ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചാറ്റി കൊടുത്തിട്ടുണ്ട്. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ: കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അടുത്തത്, വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കെമിസ്ട്രി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. പ്രോട്ടോണിന് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. പ്രോട്ടോണിന് പേര് നൽകിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ്. SCERTയിൽ ഈ ഒരു ടോപ്പിക്ക് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഏണസ്റ്റ് റുദർഫോർഡ് ഇലക്ട്രോണിൻ്റെ കണ്ടെത്തലോടുകൂടി ആറ്റത്തിലെ മറ്റു കണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വളരെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ആധികാരികമായി തെളിയിച്ചത് റൂദർഫോർഡാണ്. വളരെ നേർത്ത സ്വർണ്ണത്തകിടിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. സ്വർണ്ണത്തകിടിലൂടെ പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. ഇതിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്താണ് നിഗമനങ്ങൾ രൂപീകരിച്ചത്. ആറ്റത്തിൽ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ഈ കേന്ദ്രമാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ്. 1911 ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു. തുടർന്ന് അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1920 പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു. ഇതിൻ്റെ ചാർജ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് കണ്ടെത്തി. പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്ന് കണ്ടെത്തി. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്നും നിർണയിച്ചു. പ്രോട്ടോണിൻ്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമാണെന്നും നിർണയിച്ചു. അതോടൊപ്പം ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ സാന്നിധ്യമുണ്ടാകാമെന്നും പ്രവചിച്ചു. അപ്പോൾ റുദർഫോർഡാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇതോടൊപ്പം കൊടുത്ത ജെയിംസ് ചാഡ്വിക്കിനെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം. ജെയിംസ് ചാഡ്വിക്ക് റുദർഫോർഡിൻ്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും പരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ജെയിംസ് ചാഡ്വിക്ക് 1932 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസുള്ളതുമായ കണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. 1932 ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസുള്ളതുമായ കണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു. ചാർജ് ഇല്ലാത്ത ഈ കണങ്ങളാണ് ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക് ആണ്. മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതിനാൽ ഒരാറ്റത്തിൻ്റെ മാസ് മുഴുവൻ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരുന്നു. ഏതൊരു മൂലകത്തിൻ്റെയും ആറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ്. ഇവയുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ജെയിംസ് ചാഡ്വിക്ക് ന്യൂട്രോണിനെ കണ്ടെത്തി 1932. അപ്പോൾ ജെ തോംസണെ കൂടി നമുക്കൊന്ന് പഠിക്കാം. ഓൾറെഡി ചോദിച്ചതാണ് എങ്കിലും ജെ തോംസൺ നടത്തിയ പരീക്ഷണങ്ങളാണ് ആറ്റത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്താനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും ഇടയാക്കിയത്. ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണുള്ളതെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ കണങ്ങൾക്ക് മാസും ഊർജവുമുണ്ടെന്ന് വ്യക്തമാക്കി. ഏത് വാതകമെടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടാകുന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതുഘടകമാണിതെന്ന് സമർത്ഥിച്ചു. ഇവ ആറ്റത്തേക്കാൾ സൂക്ഷ്മ കണങ്ങളാണെന്നും ആറ്റത്തിൻ്റെ ഭാഗമാണെന്നും തെളിയിച്ചു.
1897 ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു. അതോടെ ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞു. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡുമാണ്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഇവിടെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ. നോക്കൂ, ഇലക്ട്രോനെഗറ്റിവിറ്റി സഹസംയോജക ബന്ധനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ രണ്ടാറ്റങ്ങളും ആകർഷിക്കുമല്ലോ. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ടാറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവാണ് എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നത്. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായി വ്യത്യസ്ത ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവയിൽ ലിനസ് പോളിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചതാരാണ്? ലിനസ് പോളിംഗ് ആണ്. ഇതൊരു ആപേക്ഷിക സ്കെയിലാണ്. 0 നും 4 ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളായി നൽകിയിട്ടുള്ളത്. ഈ സ്കെയിലിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുന്നതിനുള്ള സ്കെയിലിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിനാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ക്ലിയർ ആണല്ലോ. ലിനസ് പോളിംഗ് ആണ്. സ്കെയിലിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലൂറിനാണ്. 0 നും 4 ഇടയിലുള്ള സംഖ്യകളാണ് സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ എന്നത്. അൽനിക്കോ നോക്കിക്കേ, SCRTയിൽ നമുക്കൊരു ബോക്സ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അലോയ് സ്റ്റീലുകൾ, അതിൻ്റെ ഘടകങ്ങൾ, പ്രത്യേകത, ഉപയോഗം എന്നതാണ്. നമുക്ക് ഉപയോഗമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അൽനിക്കോ ഇത് കണ്ടോ, രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് അൽനിക്കോ. ഏതൊക്കെയാണ് ഘടകങ്ങൾ വരുന്നത്? Fe അയൺ, Al അൽനിക്കോയുടെ ഘടകങ്ങൾ ഫെറം അയൺ, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയാണ്. അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. പ്രത്യേകത എന്താണ്? കാന്തിക സ്വഭാവമാണ് അൽനിക്കോയ്ക്കുള്ളത്. അതിനാൽ തന്നെ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് അൽനിക്കോ ഉപയോഗിക്കുന്നു. മറ്റു രണ്ടും കൂടെ നമുക്ക് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്താണ്? ഉറപ്പുള്ളവയാണ്. അത് പാത്രങ്ങൾ, വാഹനഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്ന എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇനി നിക്രോമാണ്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് നിക്രോം ഉപയോഗിക്കുന്നു. ഉയർന്ന പ്രതിരോധമാണ് ഇവയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ഒരു ഉപയോഗത്തിൽ നിക്രോം വരുന്നത്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ബേക്കലൈറ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി SCRT ടെക്സ്റ്റിലെ ഹോട്ട് ടോപ്പിക്സ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ 2 ടൈപ്പാണ്. ഒന്ന് ബേക്കലൈറ്റ്, 2 മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. അപ്പോൾ ബേക്കലൈറ്റ് പ്ലഗുകൾ, സ്വിച്ചുകൾ, ബട്ടണുകൾ, വൈദ്യുതോപകരണങ്ങളുടെയും പാചകപാത്രങ്ങളുടെയും കൈപ്പിടികൾ മുതലായവ നിർമ്മിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നത് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് തെർമോപ്ലാസ്റ്റിക് കൂടി നമുക്ക് നോക്കാം. എന്താ ചോദ്യം തന്നിരിക്കുന്നത്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് എന്താ നമ്മൾ അറിയണ്ടേ? പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVCയുമാണ് തെർമോപ്ലാസ്റ്റിക്കിൽ ഉൾപ്പെടുന്നത്. നോക്കാം. പോളിത്തീൻ വിവിധ പാക്കറ്റുകൾ, ട്യൂബുകൾ, കണ്ടെയ്നറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. പോളിത്തീൻ ഉപയോഗിക്കുന്നു. പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC ഇലക്ട്രിക്കൽ വയറിങ്ങിന്,
പ്ലംബിങ്ങിന് ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇലക്ട്രിക്കൽ വയറിങ്ങിന്, പ്ലംബിങ്ങിന് ഷൂസുകൾ, ഹാൻഡ് ബാഗുകൾ, റെയിൻ കോട്ടുകൾ, ബോട്ടിലുകൾ, ഫർണിച്ചറുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് PVC അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.